നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ രാജാക്കന്മാർ റയൽ മാഡ്രിഡ് ആണെന്ന് ഇനി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ, അതെല്ലാവരും സമ്മതിക്കുന്നതാണ്. കിരീടങ്ങൾ അവരത്രയധികം വാരിക്കൂട്ടിയിട്ടുണ്ട്. അതുപോലെ വിജയങ്ങളുടെ എണ്ണം നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇന്നലെ അവർ സാന്റിയാഗോ ബെർണാബുവിൽ റൗണ്ട് ഓഫ് 16 ആദ്യപാദ മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ 2-1 പരാജയപ്പെടുത്തിയപ്പോൾ 300 കടന്ന് അവരുടെ വിജയക്കുതിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. UCL 300 വിജയങ്ങൾ നേടിയ മറ്റൊരു ടീമില്ല. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നൽകുന്ന വിവരങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുന്നു. ഏറ്റവും അധികം വിജയങ്ങൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നേടിയ 10ാമത്തെ ടീം ആഴ്സണലാണ്, 113 വിജയങ്ങൾ. 9ാമത് FC പോർട്ടോ 126 വിജയങ്ങൾ. ഒരു കാര്യം കൂടി പറയട്ടെ, ഇത് യുവേഫ ചാമ്പ്യൻസ് ലീഗ് എന്ന രൂപത്തിലേക്ക് ഇപ്പോൾ മാറിയതിന് മുമ്പ് യൂറോപ്യൻ കപ്പ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഈ ടൂർണമെൻറ്റ്. അപ്പോൾ അതുകൂടി അതിലെ വിജയങ്ങൾ കൂടി ചേർത്തിട്ടുള്ള കണക്കാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് 9ാമത് 126 വിജയങ്ങളുമായിട്ട് FC പോർട്ടോ, 8ാമത് 135 വിജയങ്ങളുമായിട്ട് ബെൻഫിക്ക, 7ാമത് AC മിലാൻ 138 വിജയങ്ങൾ, 6ാമത് ലിവർപൂൾ 150 വിജയങ്ങൾ, 5ാമത് യുവൻറ്റസ് 157 വിജയങ്ങൾ, 4ാമത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 161 വിജയങ്ങൾ, 3ാം സ്ഥാനത്ത് FC ബാഴ്സലോണ 209 വിജയങ്ങൾ, 2ാമത് ബയേൺ മ്യൂണിക്ക് 242 വിജയങ്ങൾ, ഒന്നാമത് റയൽ മാഡ്രിഡ് 302 വിജയങ്ങൾ. ഇത് ഒഫീഷ്യൽ കണക്കാണ്. 302 വിജയങ്ങളായിരിക്കുന്നു റയൽ മാഡ്രിഡ്. അപ്പം 300ലേക്ക് എത്തിയ ഒരേ ഒരു ടീമേ ഉള്ളൂ. 200 കടന്നവർ തന്നെ ആകെ 3 ഉള്ളൂ. അത് ബാഴ്സലോണയും ബയേണും റയലുമാണ്. 300 കടന്നത് റയൽ മാത്രമാണ്. യെസ്, റയൽ മാഡ്രിഡ് UCL രാജാക്കന്മാരാണ്. അവർ ബാക്കി ഏത് കളികളിലും അവർ സ്ട്രഗിൾ ചെയ്താലും കാലിടറിയാലും UCL എത്തുമ്പോൾ അവരുടെ വീര്യം വേറെയാണെന്നേ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.